ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തതിൽ വിവാദം. അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയെന്ന വിമർശനമാണ് ഉയരുന്നത്. ഇന്ത്യൻ നാവികസേന ആതിഥ്യം വഹിച്ച നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങിയ യുദ്ധക്കപ്പൽ തകർത്തതിൽ ഇനിയും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നാവികാഭ്യാസത്തിനു ശേഷം വിശാഖപട്ടണത്ത് നിന്ന് മടങ്ങുകയായിരുന്ന ഇറാൻ കപ്പലാണ് തകർത്തത്. ഇന്ത്യൻ തീരത്ത് നിന്ന് മടങ്ങിയ കപ്പൽ തകർത്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. സംഭവത്തിൽ സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വശവും പരിശോധിച്ച ശേഷം പ്രതികരണമുണ്ടാകും. അതേസമയം ഇന്ത്യൻ തുറമുഖങ്ങൾ US നാവികസേന ഉപയോഗിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയം തള്ളി. ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പലായ IRIS ദേനയ്ക്ക് നേരെയാണ് അമേരിക്കൻ അന്തർവാഹിനി ആക്രമണം നടത്തിയത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ വധത്തിൽ ഡൽഹിയിലെ ഇറാൻ എംബസിയിൽ ദുഃഖാചരണം നടത്തി. ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇന്ത്യയിലെ ഇറാൻ നയതന്ത്ര പ്രതിനിധി വ്യക്തമാക്കി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.